ഹലോ ഫ്രണ്ട്സ്, മമ്മൂട്ടി വീണ്ടും സ്വയം താഴുകയാണ്. ബസൂക്ക കടുത്ത നിരാശയിൽ. കൂടുതൽ വിവരങ്ങളിലേക്ക് കടക്കും മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്താനും മറക്കരുത്. മലയാള സിനിമാ ലോകം ഒന്നടങ്കം കാത്തിരുന്ന മമ്മൂട്ടിയുടെ പുതിയ ചിത്രമാണ് ബസൂക്ക. ഏപ്രിൽ 10-നാണ് ചിത്രം തിയേറ്ററുകളിലെത്തുന്നത്. ഇനി തിയേറ്ററുകളിലെത്താൻ വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രം ബാക്കി. എന്നാൽ മമ്മൂട്ടി ആരാധകരും മലയാള സിനിമാ പ്രേക്ഷകരും ഇപ്പോൾ നിരാശയിലാണ്. അതിന് കാരണം മമ്മൂട്ടി തന്നെ. മമ്മൂട്ടിയുടെ ഗ്രാഫ് എന്താണെന്ന് അദ്ദേഹത്തിന് നല്ലവണ്ണം അറിയാം. അദ്ദേഹത്തിന് കൊമേഴ്ഷ്യൽ ചിത്രങ്ങളിൽ താല്പര്യമില്ലെങ്കിലും മമ്മൂട്ടി ആരാധകർക്ക് അടിച്ചു പൊളിക്കാനുള്ള സിനിമകളാണ് വേണ്ടത്. ഒരുപാട് ചിത്രങ്ങൾ മമ്മൂട്ടിയിൽ നിന്നും പുറത്തു വന്നിട്ടുണ്ട്. മമ്മൂട്ടി സ്റ്റൈലിഷ് ലുക്ക് വന്നാൽ വേറൊരു നടനുമില്ല അദ്ദേഹത്തെ കവച്ചു വെക്കാൻ. മലയാളത്തിൽ അവസാനമായി ഇറങ്ങിയ സ്റ്റൈലിഷ് ലുക്ക് മോഹൻലാലിൻ്റെ എമ്പുരാനിലുള്ള എബ്രഹാം ഖുറേഷിയുടേതാണ്. ആവേശം മമ്മൂട്ടി ചെയ്തിട്ടുണ്ടെങ്കിൽ മോഹൻലാലിനേക്കാൾ ഒരു പടി മുന്നിൽ നിൽക്കും എന്നുള്ളത് ഉറപ്പാണ്. കാരണം സ്റ്റൈലിഷ് ലുക്കിൽ മമ്മൂട്ടിയെ വെല്ലാൻ മറ്റൊരു നടൻ മലയാളത്തിൽ ഇന്നില്ല എന്ന് തന്നെ നമുക്ക് പറയാം. ഈ 73-ാം വയസ്സിലും സ്റ്റൈൽ കൊണ്ട് മമ്മൂട്ടി യുവതാരങ്ങളെ അടക്കം വെല്ലുവിളിക്കുകയാണ്. ഈ വിഷുകാലം യുവതാരങ്ങളോടൊപ്പമാണ് മമ്മൂട്ടിയുടെ ബസൂക്ക തിയേറ്ററുകളിലെത്തുന്നത്. ഇത് മമ്മൂട്ടിക്ക് വൻ വെല്ലുവിളി തന്നെയാണ് നേരിടുന്നതും. കാരണം യുവതാരങ്ങൾക്കിടയിൽ മുട്ടുമടക്കാൻ ബസൂക്കയ്ക്ക് ഒരിക്കലും കഴിയില്ല. പക്ഷേ ബസൂക്കയുടെ അണിയറ പ്രവർത്തകർ മറ്റുള്ള യുവതാരങ്ങളുടെ ചിത്രങ്ങളിൽ ഏറ്റവും പിന്നിലാക്കുകയാണ് ബസൂക്ക എന്ന മൂവിയെ. കാരണം ചിത്രത്തിൻ്റെ അപ്ഡേഷൻ കൊണ്ട് തന്നെ യാതൊരു വിധത്തിലുള്ള അപ്ഡേഷനുകളും ചിത്രത്തിൻ്റെതായി പുറത്തു വരുന്നില്ല. കുറച്ച് സ്റ്റില്ലുകളും ട്രെയിലറും വന്നതൊഴികെ മികച്ച രീതിയിലുള്ള പ്രൊമോഷൻ വർക്കുകളൊന്നും ബസൂക്കയ്ക്ക് ലഭിക്കുന്നില്ല. ഈ അടുത്തിറങ്ങിയ മമ്മൂട്ടി സിനിമകൾക്കൊന്നും പ്രൊമോഷൻ നൽകുന്നില്ല എന്ന് തന്നെയാണ് അതിന് കാരണം. അത് എന്താണെന്നാണ് മമ്മൂട്ടി ആരാധകരും ചോദിക്കുന്നത്. ഈ ഒരു പോക്കാണ് മമ്മൂട്ടി സിനിമകൾ ഇനിയും മുന്നോട്ട് കൊണ്ടുപോകുന്നതെങ്കിൽ മമ്മൂട്ടി ആരാധകർ മമ്മൂട്ടി ഫാൻസ് അസോസിയേഷനിൽ നിന്നും പിന്മാറും എന്നത് ഉറപ്പാണ്. ഇപ്പോൾ തന്നെ നിരവധി മമ്മൂട്ടി ആരാധകർ ഈ ഒരു അസോസിയേഷനിൽ നിന്നും പിന്മാറിയതായാണ് സോഷ്യൽ മീഡിയയിൽ നിന്നും അറിയാൻ കാരണം. കുറച്ച് ദിവസങ്ങളായിട്ടേയുള്ളൂ എമ്പുരാൻ എന്ന ചിത്രം തിയേറ്ററുകളിലെത്തിയത്. അത് മോഹൻലാൽ ആരാധകർക്ക് നൽകിയ ഉന്മേഷം എത്രത്തോളമാണെന്ന് നമുക്കറിയാം. അത്രയില്ലെങ്കിലും അതിൻ്റെ കാലിലൊന്ന് എങ്കിലും ബസൂക്കയിലൂടെ മമ്മൂട്ടി ആരാധകർക്ക് ലഭിക്കുമെന്നാണ് മമ്മൂട്ടി ആരാധകർ പ്രതീക്ഷിച്ചത്. എന്നാൽ ഒരു ചത്ത അപ്ഡേഷനുകളാണ് ബസൂക്കയിൽ നിന്നും ലഭിക്കുന്നത്. പ്രൊമോഷൻ വർക്കുകളും അങ്ങനെ തന്നെ. സിനിമയിലെ യുവതാരങ്ങൾ കുറച്ച് കോളേജുകൾക്കായി പ്രൊമോഷൻ പരിപാടികൾ നടത്തുന്നുണ്ടെങ്കിലും അത് ആ കോളേജിൽ ഒതുങ്ങുകയല്ലാതെ പുറത്തറിയുന്നില്ല. കാരണം അത്രമാത്രം പ്രാധാന്യം ആ ഒരു പ്രൊമോഷന് മലയാള സിനിമാ പ്രേക്ഷകർ നൽകുന്നില്ല. മമ്മൂട്ടിയോ ഡിനോ ഡെന്നീസോ മറ്റുള്ള സൂപ്പർ താരങ്ങളോ പങ്കെടുപ്പിച്ചുള്ള ഒരു ഇൻ്റർവ്യൂ പോലും ഇതുവരെ പുറത്തു വന്നില്ല. അത് തന്നെയാണ് ചിത്രത്തിൻ്റെ പിന്നോട്ട് പോകാനുള്ള കാരണവും. ഒരു പക്ഷേ നസ്ലിൻ്റെ ആലപ്പുഴ ജിങ്കാൻ ബസൂക്കയെ മലർത്തി അടിക്കും. അതിന് തന്നെയാണ് സാധ്യതയും കാണുന്നത്. സിനിമ നല്ലതായിരിക്കും, പക്ഷേ സിനിമ കാണാൻ തിയേറ്ററുകളിൽ ആളെത്തണം. അതിന് പബ്ലിസിറ്റി തന്നെ വേണം. അതിന് ഏറ്റവും വലിയ ഉദാഹരണം മോഹൻലാൽ സിനിമകളാണ്. ആൻ്റണി പെരുമ്പാവൂരാണ്. അവർ നൽകുന്ന പ്രൊമോഷൻ എത്രത്തോളമാണെന്ന് നമുക്കറിയാം. മോഹൻലാൽ ആരാധകർ പോലും പോസിറ്റീവ് പറഞ്ഞ സിനിമയായിരുന്നു ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് ബസ്. എന്നാൽ ചിത്രം തിയേറ്ററിൽ പരാജയമായി. വെറും 20 കോടിയായിരുന്നു ആ ചിത്രം നേടിയത്. ആ ഒരു ചിത്രം തിയേറ്ററുകളിൽ ഇറങ്ങിയതുപോലും അറിയാത്ത മമ്മൂട്ടി ആരാധകരുണ്ട്. അത് ആലോചിക്കുമ്പോൾ തന്നെ ചിരി വരും. അതേ ഗതിയാണ് ബസൂക്കയ്ക്കും വരാൻ പോകുന്നത്. ഇനി വെറും 3-4 ദിവസം മാത്രം ബാക്കി. എന്ത് അത്ഭുതമാണ് ബസൂക്കയുടെ പ്രവർത്തിക്കുക. ഈ ചിത്രം ആദ്യ ദിനം എത്ര കോടി നേടും? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തൂ. ഈ വിഷുക്കാല ചിത്രത്തിൽ ആരാകും വിന്നർ? മമ്മൂക്കയെ മലർത്തിയടിക്കുമോ യുവതാരമായ നസ്ലി? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്താൻ മറക്കരുത്.